നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. വരാഹി ദേവിയെ പൂർണ്ണ വിശ്വാസത്തോടുകൂടി മനസ്സുരുക്കി പ്രാർത്ഥിക്കുന്നവരുടെ ജീവിതത്തിൽ അഷ്ടൈശ്വര്യങ്ങളും ദേവി നൽകുന്നതാണ്. പ്രത്യേകിച്ചും സ്ത്രീകൾ കരഞ്ഞു പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ഏതൊരാപത്തിലും ദേവി ഒരു രക്ഷാകവചമായി മാറുന്നതാണ്. കാരണം ഉഗ്രരൂപിണിയാണെങ്കിലും കുട്ടികളുടെ മനസ്സോട് കൂടിയവളാണ് സാക്ഷാൽ വരാഹി ദേവി. അതുകൊണ്ട് തന്നെ നൊന്തു വിളിച്ചാൽ ആരുടെയും വിളി കേട്ട് ഓടിയെത്തുന്ന ഭക്തവത്സലയാണ് ദേവി. അങ്ങനെയുള്ള വരാഹി ദേവിയെ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുവാൻ ഏറ്റവും അനുയോജ്യമായ ദിവസമാണ് പഞ്ചമി ദിവസം, അതായത് പഞ്ചമി തിഥി വരുന്ന ദിവസം. നമ്മുടെ ജീവിതത്തിൽ എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകുവാനും മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ വീണ്ടും വീണ്ടും മുന്നേറ്റം ഉണ്ടാകുവാനും വരാഹി ദേവിയെ പഞ്ചമി തിഥിയിൽ വഴിപാട് ചെയ്തു പ്രാർത്ഥിച്ചാൽ മാത്രം മതി. ഇന്ന് ഏപ്രിൽ മാസം 2-ാം തീയതി ബുധനാഴ്ചയാണ് പഞ്ചമി തിഥി വരുന്നത്. നിങ്ങളുടെ ജീവിതത്തിലെ പണം സംബന്ധമായ എല്ലാ പ്രശ്നങ്ങളും തീർന്നു കിട്ടുവാനും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മറികടക്കുവാനും ഇന്ന് പഞ്ചമി ദിവസം വരാഹി ദേവിയെ ഇനി പറയുന്ന രീതിയിൽ വഴിപാട് ചെയ്തു പ്രാർത്ഥിച്ചാൽ മാത്രം മതി. ഈ വഴിപാട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറയുന്നതിന് മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പൊതുവായി വരാഹി ദേവിയെ ആർക്കും ഏത് സമയത്തും പ്രാർത്ഥിക്കാവുന്നതാണ്. പൂർണ്ണ വിശ്വാസത്തോടു കൂടി ദേവിയെ ഭജിക്കുന്നവർക്ക് പിന്നീട് ഒരു ദുഃഖത്തിൻ്റെയും ആവശ്യമില്ല. ഏതു പ്രയാസങ്ങൾ വന്നാലും അവരുടെ മനസ്സിന് കരുത്തും ആ പ്രശ്നങ്ങൾ മറികടക്കുവാനുള്ള മാർഗവും ദേവി തന്നെ കാട്ടിത്തരുന്നതാണ്. അതുകൊണ്ട് കടബാധ്യത, പലതരത്തിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങൾ, മക്കളുടെ വിവാഹ തടസ്സം മാറാൻ, കുട്ടികൾ നല്ലതുപോലെ പഠിക്കുവാൻ, കൂടാതെ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഇല്ലാതാകുവാൻ, കുടുംബത്തിലുണ്ടാകുന്ന അനാവശ്യമായ കലഹങ്ങൾ ഒഴിവാക്കുവാൻ, വിദേശ ജോലി ലഭിക്കുവാൻ, സ്വന്തമായി നല്ലൊരു വരുമാനം ഉണ്ടാകുവാൻ, അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിലെ ഏതൊരു പ്രശ്നത്തിനു വേണ്ടിയും വരാഹി അമ്മയിൽ ശരണാഗതി അടഞ്ഞാൽ പിന്നീട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾക്ക് ദുഃഖിക്കേണ്ട ആവശ്യം പോലും വരില്ല. മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ മുന്നേറ്റമുണ്ടാകുവാൻ, ഉയർച്ച ഉണ്ടാകുവാൻ എന്തെല്ലാമാണോ തടസ്സങ്ങൾ നിൽക്കുന്നത് ആ തടസ്സങ്ങളെല്ലാം വരാഹി ദേവി മാറ്റിത്തരുന്നതുമാണ്. ഇന്ന് ഏപ്രിൽ 2-ാം തീയതി പുലർച്ചെ 2:32 പഞ്ചമി തിഥി ആരംഭിച്ച് ഇന്ന് രാത്രി 11:49 പഞ്ചമി തിഥി അവസാനിക്കുന്നത്. പൊതുവായി വരാഹി ദേവിയെ വഴിപാട് ചെയ്തു പ്രാർത്ഥിക്കുവാൻ ഏറ്റവും അനുയോജ്യമായ സമയം ഏതാണെന്നാൽ അത് രാത്രി സമയമാണ്. കാരണം രാത്രി സമയമാകുന്തോറും ദേവിയുടെ ശക്തി ഇരട്ടിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ വൈകിട്ട് ഒരു 7 മണിക്ക് ശേഷം നിങ്ങൾക്ക് വരാഹി ദേവിയെ വഴിപാട് ചെയ്തു പ്രാർത്ഥിക്കാവുന്നതാണ്. പ്രത്യേകിച്ച് ഇന്ന് പഞ്ചമി തിഥി ആയതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് ചെയ്യുന്ന പ്രാർത്ഥനകൾക്ക് പൂർണ്ണ ഫലം ലഭിക്കുന്നതാണ്. ഇനി ഈ ഒരു വഴിപാട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. വീട്ടിൽ വരാഹി ദേവിയുടെ ഫോട്ടോ ഉള്ളവർ ആ ഫോട്ടോ നല്ലതുപോലെ തുടച്ച് വൃത്തിയാക്കി അതിൽ മഞ്ഞളും കുങ്കുമവും കൊണ്ട് പൊട്ടുതൊടുക. പിന്നീട് നിങ്ങളുടെ കയ്യിലുള്ള പൂക്കൾ കൊണ്ട് നല്ലതുപോലെ അലങ്കരിക്കുക. ചുവന്ന നിറത്തിലുള്ള ചെമ്പരത്തിപ്പൂ ഉണ്ടെങ്കിൽ ആ ചെമ്പരത്തിപ്പൂ ദേവിക്ക് സമർപ്പിക്കുന്നതും നല്ലതാണ്. പിന്നീട് ദേവിയുടെ ഫോട്ടോയ്ക്ക് മുൻപാകെ ഒരു ദീപം തെളിയിച്ച് നിങ്ങൾക്കിഷ്ടമുള്ള എന്തെങ്കിലും ഒന്ന് ദേവിക്ക് നിവേദ്യമായി സമർപ്പിക്കുക. 2 പഴമോ പാനകമോ, ഇനി അതല്ലെങ്കിൽ 1 ഗ്ലാസ് പാലോ പഴവർഗ്ഗങ്ങളോ, മാതളമുണ്ടെങ്കിൽ ആ മാതളം അല്ലികളായി അടർത്തി അതിൽ 1 സ്പൂൺ തേൻ ഒഴിച്ച് നല്ലതുപോലെ ഇളക്കി അത് ദേവിക്ക് നിവേദ്യമായി സമർപ്പിക്കാവുന്നതാണ്. മധുരക്കിഴങ്ങുള്ളവർക്ക് മധുരക്കിഴങ്ങും ദേവിക്ക് പുഴുങ്ങി അത് നിവേദ്യമായി സമർപ്പിക്കുക. ഇനി ഇതുകൂടാതെ കിഴങ്ങോ അല്ലെങ്കിൽ ക്യാരറ്റോ കഴുകി വൃത്തിയാക്കി അതും ദേവിക്ക് സമർപ്പിക്കാവുന്നതാണ്. ഇനി വരാഹി ദേവിയുടെ ഫോട്ടോ ഇല്ലാത്തവർ ഒരു പുതിയ മൺവിളക്കെടുക്കുക, അല്ലെങ്കിൽ നല്ല ശുദ്ധമായ ഒരു മൺവിളക്ക് കഴുകി തുടച്ചെടുത്ത് ആ മൺവിളക്കിൽ നെയ്യോ നല്ലെണ്ണയോ ഒഴിച്ച് ദീപം കൊളുത്തി ആ ദീപനാളം വരാഹി ദേവിയായി സങ്കല്പിച്ച് ആ ദീപത്തിന് മുൻപിലിരുന്ന് പ്രാർത്ഥിക്കാവുന്നതാണ്. ആ ദീപത്തിന് മുൻപിലും നിങ്ങൾക്ക് നിവേദ്യം സമർപ്പിക്കാവുന്നതാണ്. ആ ദീപം ദേവിയായി സങ്കല്പിച്ച് ദേവിക്ക് മാല ചാർത്തുന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെ ആ വിളക്കിന് ചുറ്റും നിങ്ങൾക്ക് മാല കെട്ടി ചാർത്തുകയോ അല്ലെങ്കിൽ പൂക്കൾ കൊണ്ട് അലങ്കരിക്കാവുന്നതുമാണ്. ഇനി പഞ്ചമി തിഥിയിൽ വരാഹി ദേവിക്ക് തേങ്ങാദീപ വഴിപാട് ചെയ്യുന്നത് വളരെ വിശേഷമാണ്. നിങ്ങളുടെ ഏതെങ്കിലും പ്രധാനപ്പെട്ട ഒരാഗ്രഹം അല്ലെങ്കിൽ ആവശ്യം നടക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വരാഹി ദേവിക്ക് തുടർച്ചയായ 5 പഞ്ചമി ദിവസം പ്രാർത്ഥനയോടുകൂടി ഈ തേങ്ങാദീപ വഴിപാട് ചെയ്തു നോക്കൂ. ഉറപ്പായും നിങ്ങളുടെ ആ ആഗ്രഹം സാധിച്ചിരിക്കും. ഒരു തട്ടത്തിലോ അല്ലെങ്കിൽ ചെറിയൊരു വാഴയില കീറിലോ കുറച്ച് പച്ചരി നിരത്തുക. പിന്നീട് ഒരു തേങ്ങ 2ആയി മുറിച്ച്
ആ തേങ്ങാമുറിയിൽ മഞ്ഞളും കുങ്കുമവും കൊണ്ട് പൊട്ടുവെച്ച് പച്ചരിക്ക് മുകളിലായി വെക്കുക. പിന്നീട് അതിൽ നെയ്യോ നല്ലെണ്ണയോ ഒഴിച്ച് ദീപം കൊളുത്താവുന്നതാണ്. ഈ ദീപം തുടർച്ചയായ 5 പഞ്ചമി ദിവസമാണ് കൊളുത്തേണ്ടത്. ഇതുകൂടാതെ 5 മുഖ ദീപം കൊളുത്തുവാൻ സാധിക്കുന്നവർക്ക് അങ്ങനെ കൊളുത്താവുന്നതാണ്. അല്ലെങ്കിൽ 5 മൺവിളക്കിൽ നെയ്യോ നല്ലെണ്ണയോ ഒഴിച്ച് 5 ദീപമായും കൊളുത്താവുന്നതാണ്. ഈ പറഞ്ഞതിൽ നിങ്ങൾക്ക് ഏത് ദീപമാണോ കൊളുത്തുവാൻ സാധിക്കുന്നത് അത് ഇന്ന് പഞ്ചമി ദിവസം കൊളുത്താവുന്നതാണ്. ഇനി നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പണം സംബന്ധമായ എല്ലാ പ്രശ്നങ്ങളും മാറിക്കിട്ടുവാനും കുടുംബത്തിലുണ്ടാകുന്ന തടസ്സങ്ങൾ ഇല്ലാതാകുവാനും ദീർഘമാംഗല്യമുണ്ടാകുവാനും ഇതിനെല്ലാം ഉപരി കുടുംബത്തിൽ അഷ്ടൈശ്വര്യങ്ങളും നിറയുവാനും ഇന്ന് വസന്ത നവരാത്രിയോട് ചേർന്ന് വരുന്ന അതിവിശേഷമായ പഞ്ചമി ദിവസം വരാഹി അമ്മയെ പ്രാർത്ഥിച്ച് കുങ്കുമാർച്ചന ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഇനി കുങ്കുമാർച്ചന എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഈ ഒരു വഴിപാട് ചെയ്യുവാൻ ഒരേ ഒരു മഞ്ഞൾ കഷ്ണമാണ് ആവശ്യമുള്ളത്. മഞ്ഞൾ എടുക്കുമ്പോൾ കുത്തലൊന്നും വീഴാത്ത നല്ല ഫ്രഷായ മഞ്ഞൾ നോക്കി തന്നെ എടുക്കുക. മഞ്ഞൾ എടുക്കുമ്പോൾ ഓൾറെഡി ഇതിനു മുൻപ് ഏതെങ്കിലും ഒരു വഴിപാടിനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യത്തിനോ ഉപയോഗിച്ച മഞ്ഞൾ എടുക്കരുത്. ഫ്രഷായ മഞ്ഞൾ തന്നെ എടുക്കുക. വരാഹി ദേവിയുടെ ഫോട്ടോയ്ക്ക് മുൻപാകെ ഇരുന്ന് തട്ടത്തിൽ മഞ്ഞൾ വെച്ചതിന് ശേഷം കുങ്കുമാർച്ചന ചെയ്യാവുന്നതാണ്. വരാഹി ദേവിയുടെ അതിശക്തിയാർന്ന കാര്യസിദ്ധി മന്ത്രം ചൊല്ലിക്കൊണ്ട് വേണം ഓരോ തവണയും കുങ്കുമാർച്ചന ചെയ്യേണ്ടത്. ഓം ശ്രീം ഹ്രീം സൗം ക്ലീം വാരാഹേ നമഃ. ഓം ശ്രീം ഹ്രീം സൗം ക്ലീം വാരാഹേ നമഃ. ഓം ശ്രീം ഹ്രീം സൗം ക്ലീം വാരാഹേ നമഃ. ഇതാണ് വരാഹി ദേവിയുടെ അതിശക്തിയാർന്ന കാര്യസിദ്ധി മന്ത്രം. ഈ കാര്യസിദ്ധി മന്ത്രം 108 തവണയാണ് ചൊല്ലേണ്ടത്. ഓരോ തവണ മന്ത്രം ചൊല്ലുമ്പോഴും ഈ മഞ്ഞളിൽ കുങ്കുമത്താൽ അർച്ചന കൂടി ചെയ്യുക. 108 തവണ മന്ത്രം ചൊല്ലി കുങ്കുമാർച്ചന ചെയ്തതിന് ശേഷം ഈ തട്ടം നിങ്ങളുടെ പൂജാമുറിയിൽ അല്ലെങ്കിൽ വിളക്ക് വെക്കുന്നിടത്ത് ഇന്ന് മുഴുവനും അങ്ങനെ തന്നെ ഇരിക്കട്ടെ. പിറ്റേന്ന് രാവിലെ, അതായത് നാളെ രാവിലെ ഈ കുങ്കുമം എടുത്ത് ഒരു ബോട്ടിലിൽ സൂക്ഷിച്ചു വെക്കാവുന്നതാണ്. ഈ മഞ്ഞൾ നിങ്ങളുടെ അലമാരയിൽ പണം എവിടെയാണോ സൂക്ഷിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ മണി പേഴ്സിലോ, അങ്ങനെ നിങ്ങൾ എവിടെയാണോ പണം സൂക്ഷിക്കുന്നത് അവിടെ ഈ മഞ്ഞൾ എടുത്തു വെക്കുക. അടുത്ത പഞ്ചമി വരെ പണപ്പെട്ടിയിൽ ഈ മഞ്ഞൾ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അടുത്ത മാസം പഞ്ചമി വരുമ്പോൾ ഈ മഞ്ഞൾ എടുത്ത് നിങ്ങൾക്ക് പൊടിച്ച് നെറ്റിയിൽ തൊടാനോ അല്ലെങ്കിൽ മുഖത്ത് പുരട്ടുവാനോ ഉപയോഗിക്കാവുന്നതാണ്. വീണ്ടും പഞ്ചമി ദിവസം ഇതേ രീതിയിൽ തന്നെ ഈ വഴിപാട് തുടർന്ന് ചെയ്യാവുന്നതുമാണ്. ദിവസവും രാവിലെ കുളി കഴിഞ്ഞതിന് ശേഷം വീട്ടിലുള്ള എല്ലാവർക്കും ഈ കുങ്കുമം നെറ്റിയിൽ അണിയാവുന്നതാണ്. ഇതുമാത്രമല്ല, പ്രധാനപ്പെട്ട ഏതെങ്കിലും കാര്യത്തിനായി പുറത്തു പോകുമ്പോഴും ഈ കുങ്കുമം നെറ്റിയിൽ അണിഞ്ഞുകൊണ്ട് പോവുക. ഇങ്ങനെ നെറ്റിയിൽ സിന്ദൂരം അണിയുന്നതിലൂടെ ആ ദിവസം മുഴുവനും യാതൊരുവിധ തടസ്സങ്ങളുമില്ലാതെ ചെയ്യുന്ന കാര്യങ്ങളിൽ പൂർണ്ണ വിജയം ഉണ്ടാകുന്നതാണ്. മാത്രമല്ല, പണപ്പെട്ടിയിൽ ഈ മഞ്ഞൾ വെക്കുന്നതിലൂടെ കയ്യിൽ എപ്പോഴും പണം നിലനിൽക്കുകയും വീട്ടിലേക്കുള്ള പണവരവ് വർദ്ധിക്കുന്നതുമാണ്. മാത്രമല്ല, അമിത ചിലവുകൾ ഇല്ലാതായി ഉള്ള ധനം കയ്യിൽ നിലനിൽക്കുന്നതുമാണ്. ഇന്ന് വസന്ത നവരാത്രിയോട് ചേർന്ന് വരുന്ന ഈ പഞ്ചമി ദിവസം വരാഹി ദേവിയെ പ്രാർത്ഥിച്ച് ഈ ഒരു കുങ്കുമാർച്ചന ചെയ്യുവാൻ ആരും തന്നെ മറന്നു പോകരുത്. എല്ലാവർക്കും വരാഹി ദേവിയുടെ അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത്. ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ നന്ദി, നമസ്കാരം.